ഹലോ അസ്സലാമു അലൈക്കും. ബഹജാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വെറൈറ്റി സാധനമായിട്ടാട്ടോ ഞാൻ വന്നേക്കണ്ടോ, വാഷിംഗ് മെഷീൻ ക്ലീനർ. ഇത് ഞാൻ ഷോപ്പിലിരിക്കുമ്പോഴേ ഒരു എക്സിക്യൂട്ടീവ് കൊണ്ടുവന്നതാട്ടോ. ഇത് നല്ലതാണ്, ഇത് വാഷിംഗ് മെഷീൻ നല്ലതായിട്ട് ക്ലീൻ ആവാനുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഷോപ്പിൽ വെക്കാൻ വേണ്ടി തന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാമല്ലോ, എന്നൊരു സമാധാനമാണല്ലോ. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ അറിയാലോ. അങ്ങനെ ഇതിനേക്കാളും വെള്ളം വേണം കേട്ടോ. പക്ഷേ ഞാൻ കുറച്ച് വെള്ളമായി പോയി എടുത്തത്. അത് ജസ്റ്റ് വെള്ളം നിറച്ചിട്ട് അതിലിട്ട് ഒന്ന് വാഷ് ചെയ്യാനാണ് പറഞ്ഞത്, തുണിയൊന്നും ഇടാതെ. അപ്പോൾ ചെളി ഇങ്ങനെ പൊങ്ങി വരും എന്നാണ് പറഞ്ഞത് കേട്ടോ. അയാൾ പറഞ്ഞ പോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് ക്ലീനായൊരു മെഷീനല്ലേ, പിന്നെ ഇതൊന്നും ഞാൻ എന്ത് ചെളി വരാനാണെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ നല്ല കട്ട ചെളിയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയത്. ഇത് ബോക്സില്ലേ, ഇങ്ങനെ ഞങ്ങൾ സോപ്പും പൊടിയൊക്കെ ഇടുന്ന ആ ഒരു ഭാഗം ആദ്യം ആ ബോക്സ് ഇങ്ങോട്ട് എടുക്കേണ്ടിയിരുന്നു കേട്ടോ. എന്നാൽ ഇതിനേക്കാളും നല്ല ക്ലീൻ ആവുമായിരുന്നു. ഇനി ചെയ്യുന്നവരങ്ങനെ ചെയ്താൽ മതി. ലിക്വിഡൊക്കെ യൂസ് ചെയ്യുന്ന അവിടെ ഒഴിവാക്കിയിട്ടാകുമ്പോൾ കണ്ടോ നന്നായിട്ട് ചെളി ഇങ്ങനെ എവിടുന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല. ഞങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കുമല്ലോ, പക്ഷേ എങ്ങനെയൊക്കെയോ ചെളികൾ വന്ന് എല്ലാം നല്ല വൃത്തിയായിട്ടോ. ഞങ്ങൾ ഇതുവരെ ഇട്ട സോപ്പും പൊടിയുടെ ഡ്രസ്സിൻ്റെ അഴുക്കും ഒക്കെയാണ് ഈ കട്ട പിടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇനിയും നല്ലോണം വരാനുണ്ട് കേട്ടോ. നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണമെന്നുണ്ട്. എന്നാലും ഒരുവിധം നല്ല വൃത്തിയായി. അതിന് ഒറ്റക്കായതുകൊണ്ട് എനിക്കൊരു കൈ കൊണ്ട് തന്നെ എടുക്കുകയും വേണം വീഡിയോ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ അങ്ങനെ മാറ്റിയതാണ്. എന്തായാലും നല്ല യൂസ്ഫുള്ളായ സാധനം കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. വേണ്ടവർ കമൻറ്റ് ചെയ്യുക. നല്ലതാണ് കണ്ടോ, കട്ട ചെളിയാണ്, ബബിൾക്കൊക്കെ പോലെ നിൽക്കുക. അങ്ങനെ ഒരുപാട് ചെളിയൊക്കെ കിട്ടി. അപ്പോൾ ഇത് നല്ല സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നൊരു ദിവസം വരാം. ബൈ.